ഇതാണ് ചിക്കൻ കറിയുടെ ലാസ്റ്റ് സ്റ്റേജ്. അപ്പോൾ ഇത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, എന്താ പറയാൻ വന്നത്, അപ്പോൾ ഇതാണ് വറുത്തരച്ച ചിക്കൻ കറി. ട്രഡീഷണൽ രീതിയിലാണ് നമ്മളിത് വെച്ചിരിക്കുന്നത്. ഇതേപോലെ ഒന്ന് വെച്ച് നോക്കട്ടോ. നല്ല കറികളാണ്, നല്ല കറി. പണ്ടത്തെ കറി എന്ന് വെച്ചാൽ ഇങ്ങനെ വെക്കുന്ന എല്ലാവരും. അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കേ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ട്രഡീഷണൽ രീതിയിലുള്ള ഒരു വറുത്തരച്ച ഉരുളക്കിഴങ്ങിട്ട് വറുത്തരച്ച ചിക്കൻ കറിയാണ് ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ. ഞാനതിൻ്റെ ലോങ് വീഡിയോ ഇതിൻ്റെ പുറകിൽ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പ്ലീസ്. ചിക്കൻ വറുത്തരച്ച് വെക്കാൻ പോകണേ. അപ്പോൾ അതിലേക്ക് ഞാൻ അടുപ്പത്തേക്ക് അതിന് തന്നെ കുറച്ച് ഉള്ളി, വെളുത്തുള്ളി, കുഞ്ഞു കഷ്ണം ഇഞ്ചി, വേപ്പില ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ തേങ്ങ ഇട്ട് കൊടുക്കാം വറുക്കാൻ. കുറേയൊന്നും വേണ്ട, കുറച്ച് മതി. ഇത്ര മതി. അപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. തേങ്ങ നല്ല ചുമക്കെ വറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ കുറച്ച് വെച്ചിട്ട്, തീ ഞാൻ സിമ്മിലിട്ട് വെച്ചിരിക്കുകയാണ്. തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് പൊടികളിട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പെരുംജീരകത്തിൻ്റെ പൊടി, മല്ലിപ്പൊടി, കുറച്ച് ചിക്കൻ മസാല. ചിക്കൻ മസാല സാധാരണ ഇടാറില്ല, അതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു ചിക്കൻ മസാല ഇട്ട്. അവിടെ തൂളിപ്പോയി താഴത്തോട്ട് തുടച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് ഇപ്പം നീര് തീക്കാത്ത കിടക്കുന്നത്. ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റട്ടെ, അത് നമുക്ക് അരച്ചെടുക്കാം. ഒന്ന് മൊരിയട്ടെ കേട്ടോ. നമുക്കിത് ആ ഉരുളക്കിഴങ്ങ് അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. പറഞ്ഞില്ലേ, ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടാണ് വറുത്തരച്ച് വെക്കുന്നതെന്ന് ചിക്കൻ. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഒരുവിധം വലിയ പീസായിട്ട് തന്നെ മുറിച്ചിടാം കേട്ടോ. ഒരു 3 ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്തിരിക്കുന്നത്. ഉരുളക്കിഴങ്ങിന് വേവ് കുറഞ്ഞ ഉരുളക്കിഴങ്ങാണ്, അതുകൊണ്ട് പെട്ടെന്ന് കുക്കറിനകത്തൊന്നും വേവിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ തന്നെ വേവിച്ചാൽ മതി. പിന്നെ ചിക്കനാണെങ്കിലും വലിയ വേവില്ലല്ലോ. ഇനി ചിക്കനിടാം. ചിക്കനൊക്കെ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. അതിനകത്തേക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു തക്കാളിയുടെ പകുതി ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളകല്ല, 2 പച്ചമുളക് ഇടാം. ഒരു തക്കാളിയുടെ പകുതി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്ക് നടപ്പത്തേക്ക് വെക്കാം. കുറച്ചധികം വെള്ളം വെക്കുന്നുണ്ട് ഞാൻ. കുറച്ച് അധികം വെള്ളം വെക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ, ഒന്ന് വെന്തോട്ടെ, വേവാതിരിക്കരുതല്ലോ, അത് കാരണം. ഇനിയിപ്പോൾ നമുക്ക് ചീനച്ചട്ടി അടപ്പത്ത് നിറക്കാം കേട്ടോ. അരപ്പ് നല്ല കളറായിട്ടുണ്ട്, നല്ലോണം മൂത്തിട്ടുണ്ട്. അപ്പം ഇത് അടപ്പത്ത് നിറക്കാം. അത് മാറട്ടെ, ഇനി നല്ല അരക്കാൻ പറ്റുള്ളൂ.
അതവിടെ ഇരിക്കട്ടെ. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത പരിപാടിയാണ് ഈ കാണുന്നത്. അതെടുത്ത് കഴിയുമ്പോഴത്തേക്ക് അന്നേരം അതിങ്ങനെ വീഴെടുക്കും. ഞാനിത് അന്നേരം ഇങ്ങനെ ചെയ്തു പോകുന്നതുകൊണ്ടാണ് ഗ്യാസൊക്കെ. എന്നിട്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെടണില്ല ഗ്യാസ് മാറ്റാന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു ഗ്യാസിൻ്റെ അവിടെ നിന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു, ചേച്ചി ഇതൊരു കാരണവശാലും മാറ്റണ്ടാകട്ടെ, ഇപ്പോഴത്തെ പുതിയ അടപ്പുകളൊന്നും അത്ര നല്ലതല്ല, ഈ അടപ്പ് തന്നെ നല്ലത് എന്ന് പറഞ്ഞ അയാൾ. അപ്പോൾ പിന്നെ ഞാനെന്തോ തന്നാൽ മാറ്റണ്ടെന്ന് വിചാരിച്ച് ഇതിന് അടപ്പത്തേക്ക് വെച്ച് കൊടുക്കാൻ പോകണേ. ചിക്കൻ അടപ്പത്തേക്ക് വെക്കുകയാണ്. നിറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അത് അവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് വേകട്ടെ. അപ്പോഴേക്കും എൻ്റെ അരപ്പെല്ലാം ഇട്ട് നമുക്ക് ശരിയാക്കാം. ഞങ്ങൾക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണേ. കൂടുതലായിരിക്കും വിചാരിക്കുന്നു. ഞാൻ തുറന്ന് വെച്ചാണ്ട വേവിക്കാൻ. തിളച്ച് ചാടിപ്പോയാൽ പിന്നെ അടപ്പ് മുഴുവനും മെനകേടാവും. അതുകൊണ്ട് തുറന്ന് വെച്ച് വേവിക്കാം. ഞാൻ വേവട്ടെ അവിടെ ഇരുന്ന്. അപ്പോഴേക്കും ഞാൻ അരച്ചെടുക്കട്ടെ കേട്ടോ. ഞാൻ ഒരു കാര്യം മറന്നുപോയി, സവാള ഇട്ടില്ലായിരുന്നു. അതിൻ്റെ കാര്യം മറന്നുപോയി. അപ്പോൾ അത് ഞാൻ അരിഞ്ഞിടുകയാണ് കേട്ടോ സവാള. എനിക്ക് ഇങ്ങനെ ഭയങ്കര മറവിയാണ് എനിക്ക്. എല്ലാ സാധനങ്ങളും എടുത്ത് അടുത്ത് വെച്ചാൽ ഞാൻ ഉറപ്പുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒന്നും ഇല്ലാണ്ടൊക്കെ വെച്ച് കളയും. മനുഷ്യൻ വയസ്സും പ്രായമൊക്കെ ആയി വരികയല്ലേ. പ്രായമായി വരികയില്ല എന്നാൽ ആയി. 19 വയസ്സായി. നമ്മൾ ചെറുപ്പമെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം നമുക്കിനി അരപ്പിട്ട് കൊടുക്കുക അതിനകത്തേക്ക്. ഒന്ന് കഴുകിയെടുക്കട്ടെ. അത് നിറച്ചരപ്പുള്ളത് കണ്ടോ. അത് ഒഴിച്ചതിനകത്തേക്ക് നല്ല കുറുകിയ അരപ്പ്. ഇളക്കി വറ്റാനുണ്ട് കേട്ടോ. ഇത് അടപ്പത്തിടന്ന് വറ്റണം. ഇത് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കട്ടെ. ഇളക്കിയിട്ട് നമുക്കിതിൻ്റെ ഉപ്പൊക്കെ നോക്കിയിട്ട് അതിനകത്ത് ഇത്തിരി ഉള്ളിയും ചുമന്ന മുളകും കൂടി താളിച്ച് ചേർക്കണം. ഉപ്പ് നോക്കട്ടെ കേട്ടോ. ഉപ്പ് കറക്റ്റാണ്. ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. എരിവൊക്കെ ഉണ്ട് നന്നായിട്ട്. അപ്പോൾ അതൊന്ന് ആയിക്കോട്ടെ. ഇനി അവിടെ ഇരുന്നേ. അപ്പോഴേക്കും നമുക്ക് കുറച്ച് താളിച്ചിടാം അതിനകത്ത്. ഒന്നൊരു കുറുക്ക് പോലെ വരട്ടെ. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇറക്കാം. പക്ഷേ ഇവിടെ വലിയ ഞങ്ങൾക്ക് 2 പേർക്കും അല്ലേ, എനിക്കും അതെ അനിയത്തിക്കും അല്ലേ, ചാറിനോട് വലിയ താല്പര്യമല്ല. അതാ കാര്യം. താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എണ്ണ ഒഴിക്കുകയാണേ. എണ്ണ ഒഴിച്ച് എണ്ണ ഒന്ന് ചൂടായിക്കോട്ടെ. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് കടുക് ഇടുന്നില്ല കേട്ടോ. ചുമന്ന മുളക്, ചെറിയ ഉള്ളി, ചെറിയ ഉള്ളിയൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കറിവേപ്പിലയും പിന്നെ ഉണക്കമുളക് കൂടി ഇടാം. ഉള്ളിപ്പത്തനെ മൂക്കും.
ഉള്ളി മൊരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് കളറ് മാറിക്കോട്ടെ കേട്ടോ. ഒന്നുകൂടി ഒന്ന് ചുമന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിയുടെയൊക്കെ ടേസ്റ്റ് അതിന് പിടിക്കുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണേ. അതിന് മുരിഞ്ഞോട്ടെ. മുരിഞ്ഞത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ തീ ഓഫ് ചെയ്തു. നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് മറന്നു കൊടുക്കും പാനി. കണ്ടോ, നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതോടുകൂടി പണി കഴിഞ്ഞ്, ഇവിടുത്തെ പണി കഴിഞ്ഞു. നമുക്കിത് മൊത്തത്തിലൊന്ന് ഇളക്കി വിടാം. കണ്ടോ, ഇതിൻ്റെ ടെക്സ്ചറും നോക്കി എന്ത് ഭംഗിയാന്ന് നോക്കി കാണാനായിട്ട്. ഈ ഭംഗി പോലെ തന്നെ അല്ല കേട്ടോ, ഇത് കറി കൂട്ടാനും നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഒരു ദിവസം ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഓക്കെ, ബൈ. പിന്നെ ഈ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇതാ ഇനിയിപ്പോൾ ലാസ്റ്റ് എൻ്റെ അടുക്കള. അരി മാത്രം വെന്തിട്ടില്ല കണ്ടോ, അരി മാത്രം വെന്തിട്ടില്ല. അതിങ്ങനെ വേവട്ടെ അവിടെ ഇരുന്ന്. എന്നാലും ഏകദേശമൊക്കെ വേവായി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഒരു നന്നായിട്ടും തിളച്ച് കഴിയുമ്പോഴത്തേക്ക് മൂടി വെക്കും. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒന്നുകൂടെ ഓൺ ചെയ്യും. അപ്പോഴേക്കും അരി വേകും. സൂര്യേഖ അരിയാണത്, നല്ല വേവുള്ള അരിയാണ് കേട്ടോ. പിന്നെ എന്താ, കറികളെല്ലാം റെഡിയായി, എല്ലാം പാത്രത്തിനകത്തേക്ക് പകർന്നു, എല്ലാം മൂടി വെച്ച്. കണ്ടോ, പിന്നെ കൈക്കൽ തുണിയെല്ലാം കഴുകിയിട്ട് വാഷ് ബേസിനും എല്ലാം വൃത്തിയാക്കി. അടിക്കലും തുടക്കലൊക്കെ രാവിലെ തന്നെ കഴിയും ഞങ്ങൾക്ക്. രാവിലെ എന്ന് വെച്ചാൽ ഒരു 7 മണി 7:30 ആകുമ്പോഴത്തേക്കും പെര അടിക്കലും തൂക്കലും എല്ലാം കഴിയും. അപ്പോൾ ഇതാണ് നമ്മളുടെ വീടിൻ്റെ അവസ്ഥ. ഒരു ദിവസം ഞാൻ കാണിക്കാം കേട്ടോ മുഴുവനും. പിന്നെ എൻ്റെ ഫ്രിഡ്ജ് വേണമെങ്കിൽ ഞാനൊന്ന് കാണിക്കാം. ഇതാ ഇത് ഡബിൾ ഡോറാണ്, പക്ഷെ ഇത് താഴത്താണ്. ഇതിൻ്റെ ഫ്രീസർ താഴത്താണ്. ഇനി ഉള്ളിൽ കാണിക്കാം കേട്ടോ. എന്താ, ഏറ്റവും മുകളിലത്തെ തട്ടിൽ കുറച്ച് ശർക്കര ഉരുക്കിയത്, പാല്, പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അച്ചാറുകൾ എല്ലാം ഇരിപ്പുണ്ട്. അതിൻ്റെ താഴെ ഓരോ സാധനങ്ങളും എല്ലാം ഞാൻ ഓരോ കണ്ടെയ്നറിനകത്തൊക്കെയാണ് വെക്കുന്നത്. പിന്നെ അതിൻ്റെ താഴെ കുറച്ച് പച്ചക്കറിയുണ്ട്, വെള്ളമുണ്ട്. പിന്നെ ഇത് മറ്റേ നമ്മുടെ ട്രേക്കകത്ത് കണ്ടോ പച്ചക്കറി. അപ്പോൾ 2 പാത്രത്തിനകത്ത് വേറെ അച്ചിങ്ങ തക്കാളിയൊക്കെ വേറെ പാത്രത്തിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. കാണിച്ചു തരാം. അത് ഡോറ് നന്നായിട്ട് തുറക്കട്ടെ. കണ്ടോ, ഇത്ര സാധനങ്ങൾ ഇതിനകത്തുണ്ട്. പിന്നെ ഇതാ ഇത് കണ്ടോ, ഇതൊക്കെയാണ് ഇതിനകത്തുള്ള സാധനങ്ങൾ. അതെ, ഇത്ര സാധനങ്ങളൊക്കെ ഉള്ളൂ, ഇതൊക്കെ ഉള്ളൂ. പിന്നെ ഇനി താഴെ വന്നിട്ട് താഴെയാണ് ഇതിൻ്റെ ഫ്രീസർ. ഇതിനകത്ത് അധികം സാധനങ്ങളൊന്നുമില്ല കേട്ടോ. കണ്ട 2 പാത്രത്തിനകത്ത് തേങ്ങ ചിരവിയിട്ടുണ്ട്, ചെമ്മീനുണ്ട്, പിന്നെ ചിക്കൻ നക്കട്ട്സ് ഇരിപ്പുണ്ട്, മറ്റേ നമ്മളുടെ വിപ്പിംഗ് ക്രീം ഇരിപ്പുണ്ട്. അത്ര സാധനങ്ങളുള്ളൂ ഇതിനകത്ത്. ആകെ